ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിവേഷാണ്. നമ്മളെ ഇലക്ട്രീഷ്യന്മാർക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്, നമുക്ക് സമയം നോക്കി ജോലി ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ഒരു മോട്ടർ കത്തിപ്പോയി പാനൽ ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ പുക വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്ലയൻറ്റ് വിളിച്ചതാണ്. എന്തായാലും നമുക്ക് വർക്ക് ചെയ്യും മുന്നേ മെയിൻ സ്വിച്ചും LCB ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കാര്യം എന്നുള്ള കേസ്. ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്, തോന്നുന്നുണ്ട്. ഓഫ്, എൻ്റെ പൊന്നോ, കപ്പാസിറ്ററൊക്കെ ആകെ പൊട്ടി തകിട് പൊടിയായിരുന്നു. വയറും അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് ഫുള്ളൊന്ന് കപ്പാസിറ്റർ ഒന്ന് മാറ്റിയിട്ട്, എൻ്റെ പൊന്നോ, കപ്പാസിറ്റർ ഏതാണെന്ന് പോലും അറിയാത്ത രീതിയിൽ കത്തിപ്പോയേക്കണം. എന്തായാലും നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളിവിടുത്തെ വയറുടെ കംപ്ലൈൻ്റൊക്കെ നമ്മളൊരു വിധത്തിൽ മാറ്റിയിട്ടുണ്ട്. ഒക്കെ ജോയിൻ ചെയ്ത് പുതിയ ക്ലിമ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ 50 UF-ൻ്റെ ആണ് കെൽട്രോണിൻ്റെ നമ്മളൊരു കപ്പാസിറ്റർ വാങ്ങിയിരിക്കുന്നത്. ഇനി അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഇനി പാനൽ ബോർഡിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കേസ്. ഇതും കൂടി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ. കാരണം ഇനിയിപ്പോൾ പുതിയ കപ്പാസിറ്റർ മാറ്റിയിട്ടും കംപ്ലൈൻറ്റ്, ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിന് വേറെ പ്രശ്നമൊന്നുമില്ല, റണ്ണിങ് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ വയറുടെ കംപ്ലൈൻറ്റ്സ് ഉള്ളത് ഒരുവിധം എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മുടെ കൂടെ വേറെ ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ട്. ഇവിടെയൊന്നും കേബിളിന് വേറെ പ്രശ്നമൊന്നും കാണാനില്ല. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ കണക്ടറിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് കണക്ഷനൊക്കെ ഒന്നും കിട്ടാതെയാണ് നേരത്തെ സ്പാർക്ക് കണ്ടിരുന്നത്. നമ്മളിപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാനൽ ബോർഡും എല്ലാം ഒന്ന് ക്ലിയർ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വിധം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇത് പോവില്ല, നമ്മുടെ കപ്പാസിറ്റർ പൊട്ടിയതിൻ്റെയൊക്കെയാണ്. ഇനി നമുക്കൊന്ന് മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി വെള്ളം വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇവിടെ വെളിച്ചമൊന്നും ഇല്ലാത്ത ഏരിയയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും മോട്ടർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.